പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടകം പരിപാടി മയ്യിൽ CHCയിലാണുള്ളത്. മയ്യിൽ CHCയിൽ നിന്ന് വരാൻ കാരണം മയ്യിലിൻ്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതായി വാർത്തകളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാമുമായാണ് ഇന്ന് നാടകം നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മയ്യിൽ CHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹഫ്നിസയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ മയ്യിലിൻ്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തു എന്ന് കേട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടോ? അതെ, മയ്യിൽ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ കാണുകയും അവരെ ടെസ്റ്റ് ചെയ്ത് 2-3 വ്യക്തികളെ ടെസ്റ്റ് ചെയ്തതിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തത്തെ പറ്റി ചെറിയൊരു ബോധവൽക്കരണം തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് അണുബാധ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, അണുബാധ കാരണം ശരീരത്തിനുണ്ടാകുന്ന രോഗം, അതാണ് മഞ്ഞപ്പിത്തം. അല്ലാതെ കരളിനെ, ലിവറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, അതായത് ഈ അമിതമായ മദ്യപാനം അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് കുറേ ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. പ്രധാനമായിട്ടും നമ്മൾ ഈ അണുബാധ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കാരണമുള്ള മഞ്ഞപ്പിത്തമാണ് സാധാരണ ഇതിൽ കാണുന്നത്. ഒരു നാട്ടിൽ മഞ്ഞപ്പിത്തം ചെറുപ്പക്കാർക്കിടയിൽ ഒരേ സമയത്ത് കുറേ പേർക്ക് പിടിപെടുക, അല്ലെങ്കിൽ ഇന്ന് ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിച്ചവർക്ക് ഈ രോഗലക്ഷണങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക വൈറൽ ഹെപ്പറ്റൈറ്റിസ്, വൈറസ് കാരണം ബാധിച്ച അസുഖം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഇങ്ങനെ 5 തരത്തിലുള്ള വൈറസ് കാരണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. അതിൽ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, E ഈ 2 വൈറസുകളാണ് മലിനമായ ജലം, മലിനമായ ഭക്ഷണ സാധനങ്ങൾ കൂടി പകരുന്നത്. വെള്ളത്തിലൂടെയാണ് കൂടുതലായിട്ടിത് സ്പ്രെഡ് ആവുന്നത്. ഇതിന് ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ, പ്രായമായവർ, ഇവരിൽ ഇങ്ങനെ ഇത് വരുന്നതിന് എന്തെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്? ഇത് കൂടുതൽ സാധ്യത ഇന്ന ആൾക്ക് എന്നുണ്ടോ? അല്ല ഈ ഇങ്ങനെയുള്ള വെള്ളം ഉപയോഗിച്ചാൽ ആർക്കും വരാം? അതെ, ഈ മലിനജലം വൈറസ് ഉള്ള ഈ മലിനജലം ഉപയോഗിക്കുന്ന ആർക്കും വരാം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളും ചെറുപ്പക്കാരുമാണല്ലോ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, വഴിയോരങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു സാഹചര്യം അവരിലാണ് ഉണ്ടാവുക. പ്രായമായ ആൾക്കാരിൽ നമ്മൾ മഞ്ഞപ്പിത്തം കാണുമ്പോൾ നേരെ അതൊരു അണുബാധ, ഇൻഫെക്ഷൻ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ അവരെ കുറച്ചുകൂടി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് വൈറസ് അണുബാധ തന്നെയാണോ, അല്ല ഇയാൾക്ക് ലിവർ സിറോസിസ് പോലുള്ള അസുഖം കാരണം വന്നൊരു മഞ്ഞപ്പിത്തമാണോ എന്നുള്ള കൂടുതൽ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മലിനജലം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ മലിനജലം എന്ന് കേൾക്കുമ്പോൾ ആർക്കും തോന്നുന്നത് ഈ ഓടകളിൽ അങ്ങനെ അഴുക്കൊക്കെ ഉള്ള ജലമാണ്. അതല്ലാതെ ഈ ഈക്കോളി ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട്, അതായത് വീട്ടിലെ കിണറുകളിലുള്ള വെള്ളം സാധാരണ വീട്ടുകാരെ സംബന്ധിച്ചിട്ട് നല്ല വെള്ളമാണല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി അധികം ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വീടുകളിൽ സാധാരണ ജനങ്ങള് കിണർ വെള്ളമാണ് ഉപയോഗിക്കുക ഭക്ഷണം പാകം ചെയ്യാനും വെള്ളം കുടിക്കാനായിട്ട്. പക്ഷേ ഈ കിണർ ഈ കക്കൂസ് ടാങ്കും ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതിൻ്റെ ദൂരം നിശ്ചിത അളവിൽ കുറവൊക്കെ ആണെങ്കിൽ ഈ കക്കൂസ് മാലിന്യം കിണറിലേക്ക് കിനിഞ്ഞ് കലരുന്നതിൻ്റെ ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കിണറുകളിൽ നമുക്ക് ഈക്കോളൈ ഇങ്ങനെയുള്ള വൈറസുകളെല്ലാം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഒറ്റനോട്ടത്തിൽ അതൊരു മലിനജലം, നമ്മൾ ഈ പറയുന്ന ഓടകളിലുള്ള ജലം പോലെ തോന്നുന്നില്ലെങ്കിലും നമ്മൾ അതിനൊരു കൃത്യമായി പരിശോധനക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ഈക്കോളൈ കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ എന്ന് പറയും. അതായത് ഈ ടാങ്കിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധനയിൽ മനസ്സിലാവും. അത് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമാണോ അങ്ങനെയുള്ള ജലം? അതായത് ആ ഒരു വീട്ടിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തി അസുഖബാധിതനായിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു
സാധ്യതയുണ്ട്. അതെ, അയാൾ ആ ഒരു പിന്നെ അത് കിണറിലേക്ക് കിഴിഞ്ഞ് വരാനുള്ള മറ്റുള്ള ആ വീടുകളിൽ താമസിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ വീടുകളിലെ കിണറിൽ ഈ ഈക്കോളി ബാക്ടീരിയ ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ ഇതിങ്ങനെ കൃത്യമായി ആരും ടെസ്റ്റ് ചെയ്യാറൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കൃത്യമായ ഇന്റർവെല്ലിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയുള്ള സംവിധാനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതായത് നമ്മൾ സാധാരണ എല്ലാവരെയും എല്ലാ കിണറുകളും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയില്ലെങ്കിലും നിശ്ചിത കാലയളവിൽ എപ്പോഴും ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും ആശമാർ മുഖേനയും നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് മുഖേനയും അവർക്ക് കൃത്യമായ വിവരം കൊടുക്കുന്നുണ്ട്. അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. ഇനിയിപ്പം ഈ മഞ്ഞപ്പിത്ത ബാധിത പ്രദേശമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീടുകൾ കേന്ദ്രീകരിച്ച് 3 ദിവസം കൂടുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി അളവ് കൂടുതൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ട് സൂപ്പർ ക്ലോറിനേഷൻ എന്ന രീതിയും അവലംബിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് ജലദൗർലഭ്യം ഉള്ള സ്ഥലങ്ങൾ, പിന്നെ കൂട്ടം കൂടി അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ വീട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരുമായി ആലോചിച്ച് അവരൊരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ വെള്ളം കുറഞ്ഞ പ്രദേശങ്ങളിൽ കിണറിലെ വെള്ളം പിന്നെ വാട്ടർ അതോറിറ്റിയിൽ കൊടുത്ത് പരിശോധിക്കാനുള്ള നടപടികൾ എടുക്കും. ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അടിച്ചിറക്കിയ ലഘുലേഖയിൽ ആദ്യം കാണുന്നത് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, ഇത്ര സമയം തിളക്കണം എന്നൊക്കെയാണ്. അതിന്റെ ഒരു ഇതെങ്ങനെയാണ്? അതായത് ഈ വൈറസ് നല്ല ഹീറ്റ് ചൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചത്തുപോകുന്ന ഒരവസ്ഥയാണ്. നമുക്ക് നിലവിൽ വൈറസ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിന് പ്രത്യേകിച്ച് മരുന്നില്ല. നമ്മൾ അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി, അസുഖം കൂടുതൽ മൂർച്ഛിക്കാതെ നോക്കാൻ വേണ്ടി സപ്പോർട്ടീവായിട്ടുള്ള, അതായത് അവരെ സപ്പോർട്ടീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്നല്ലാണ്ട് ആ വൈറസിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് മരുന്നുകളില്ല. അപ്പോൾ വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. ഹീറ്റ് സെൻസിറ്റീവാണ് ഈ വൈറസ്. അപ്പം വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ആ വൈറസ് ചത്തുപോകുന്ന ഒരവസ്ഥ. ആളുകൾ ഇപ്പൊ വെള്ളം തിളപ്പിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു പൊക്കള് വരുമ്പോഴത്തേക്കൊക്കെ ആളുകൾ തെറ്റായ പ്രവണതയാണ്. വെള്ളം 20 മിനിറ്റ് തിളച്ചാലേ 100 ഡിഗ്രി സെൽഷ്യസിൽ റോളിംഗ് ബോയിലിംഗ്, അതായത് പൊങ്ങി തിളക്കുക, ആ രീതിയിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള വൈറസുകളെ കേന്ദ്രീകരിച്ചുള്ള പിന്നെ ഒരു റിസൾട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കിട്ടുള്ളൂ. ഈ വെള്ളം തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ഈ ചൂടായ കഞ്ഞി കുടിക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും നല്ല ചൂട് കഞ്ഞിയാണ് ഞാൻ കുടിക്കാറ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ കഞ്ഞി വളരെ ചൂടാണെങ്കിൽ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പച്ചവെള്ളം കൂടി അതിലൊഴിക്കും. അതേപോലെ ഈ കുറേ ആളുകളിലുള്ള സ്ഥലത്ത് ഒരു പകുതി ആളുകൾക്ക് വേണ്ടിയുള്ള രീതിയിൽ വെള്ളം തിളപ്പിച്ച് വെച്ച് പിന്നെ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഇതിന്റെ കാര്യം അതാണ് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. നമ്മൾ പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെയാണ് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരുപാട് ആൾക്കാരുള്ള കല്യാണം അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ നമ്മൾ തിളപ്പിച്ച വെള്ളം പിന്നെ വിതരണം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു തിരക്കിന് എന്ത് ചെയ്യും, ഒരുപാട് റിക്വയർമെന്റ് വരുമ്പം ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുമ്പം പെട്ടെന്ന് തന്നെ ആ തിളക്കാത്ത പച്ചവെള്ളം ചേർത്ത് ഇതിൽ മിക്സാക്കി ആ ഒരു കറക്റ്റ് പിന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പരിപാടി, അത് തെറ്റായ പ്രവണതയാണ്. അതും ആ തിളപ്പിച്ചതിൻ്റെ ഗുണം തീരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത്. ഈ തിളപ്പിച്ചാറ്റുക എന്ന് പറഞ്ഞാൽ തിളച്ചിട്ട് സ്വാഭാവികമായി അപ്പൊ ആ പച്ചവെള്ളം ഇതിലേക്ക് കയറുമ്പോ അതിലുള്ള അണുക്കളൊന്നും നശിച്ചിട്ടുണ്ടാവില്ല. ഈ പച്ചവെള്ളത്തിലുള്ള അണുക്കളൊക്കെ അതിലേക്ക് വെള്ളത്തിന്റെ കാര്യത്തില് മിക്കവാറും സ്ഥലങ്ങളിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കഞ്ഞി തണുപ്പിക്കാൻ ഒഴിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഈ പ്രതിരോധ മാർഗങ്ങൾ? അതായത് ഇപ്പം ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പ്രവേശിച്ച് പിന്നെ 2 ആഴ്ച മുതൽ 1 മാസം വരെയാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സമയപരിധി. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അതിന് പറയും. അതായത് രോഗാണു ഒരു ശരീരത്തിൽ പ്രവേശിച്ച് അസുഖം ഉണ്ടാവാൻ തുടങ്ങുന്ന ആ ഒരു കാലയളവിന് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുക. അപ്പോൾ 14 മുതൽ 28 ദിവസത്തിനുള്ളിൽ രോഗിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതായത് സാധാരണ ഇതിലൊരു ശരീരവേദന,
തലവേദന, ഭയങ്കര ക്ഷീണം, പനി, ചെറിയ തോതിലൊക്കെ പനിയേ ഉണ്ടാവുള്ളൂ, ഓക്കാനം, ഛർദി, ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നത്. പിന്നീട് മറ്റുള്ളതൊക്കെ അതിൻ്റെ അതിന് ശേഷം വരുന്നതാണ്. അതായത് പൊതുവിൽ നമുക്ക് കാണുന്നൊരു ലക്ഷണം എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല, ഛർദി, ഓക്കാനം വരികയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനാണ് പിന്നെ അവരുടെ മൂത്രത്തിൽ മഞ്ഞ നിറം കണ്ടു തുടങ്ങും. അത് ഈ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പിന്നെ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലും കണ്ണിലും മഞ്ഞ നിറം കണ്ടു തുടങ്ങും. ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് പിന്നെ കരളിൽ വീക്കമുണ്ടാക്കുകയും അത് കാരണം കരളിൻ്റെ പ്രവർത്തനം താറുമാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചുരുക്കം ചിലരിൽ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ വീര്യത കൂടിയ ചില കേസുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ കരളിൻ്റെ വീക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയും കരൾ പ്രവർത്തനരഹിതമാകുകയും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നയിക്കുന്ന രീതിയിൽ ആവുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു 100 പേര് 100-ൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ സങ്കീർണത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പരമാവധി 2-3 ആൾക്കാരിൽ വരുമ്പോൾ തന്നെ ശരിയായ രീതി നമ്മുടെ വ്യക്തി ശുചിത്വം ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വേറെ ഒരു കാര്യം, ഇപ്പം ഈ മഞ്ഞ പറഞ്ഞല്ലോ, പഴയ കാലത്തൊക്കെ അന്ന് ചെയ്തിരുന്നത് ഈ മൂത്രത്തിൽ ചോറൊക്കെ ഇട്ട് നോക്കണം. അപ്പൊ ഈ മഞ്ഞ കാണുന്ന ആ ഒരു ഘട്ടത്തിന് മുന്നേ തന്നെ ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ കാണുന്നു പറഞ്ഞു. അപ്പൊ ഈ മഞ്ഞ കണ്ടാലാണല്ലോ ഇത് മഞ്ഞപ്പിത്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പോൾ ആശുപത്രിയിലേക്ക് വരും. ആ സമയം ആകുമ്പോഴത്തേക്ക് വളരെ വൈകി പോകും. വളരെ വൈകൂല, എന്നാലും രോഗത്തിന്റെ ആദ്യഘട്ടത്തിലല്ല രോഗി ഇരിക്കുന്നത്. ഈ രക്തത്തിൽ മഞ്ഞ നിറം വരുന്നതിന് മുന്നേ തന്നെ രോഗിക്ക് അസുഖമുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഇത് തന്നെയാണ് ഒരു ക്ഷീണം, അമിതമായ ക്ഷീണം, ഓക്കാനം, ഛർദി അങ്ങനെയൊക്കെ കാണുമ്പം പിന്നെ ചെറിയൊരു പനി ഈ രീതിയിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പ്രദേശത്ത് മഞ്ഞപ്പിത്തം ഉണ്ട് അങ്ങനെ ഒരു സമയമാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രവർത്തകരെ കണ്ട് പറഞ്ഞ് ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കരളിൻ്റെ ലിവറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ ചില എൻസൈംസ് ഉണ്ട്, പ്രവർത്തനം ക്ഷമത കാണിക്കുന്ന എൻസൈംസ്, അതൊക്കെ കൂടിയിട്ട് കാണും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആണ് ഈ ബിലിറൂബിൻ എന്ന് പറഞ്ഞൊരു ഘടകം കൂടുമ്പോഴാണ് നമുക്ക് മഞ്ഞ നിറം വരുന്നത് മൂത്രത്തിലും കണ്ണിലൊക്കെ. ബിലിറൂബിൻ ആ ലിവർ എൻസൈംസ് കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ അത് കൂടുള്ളൂ. അപ്പോൾ ഈ ഇത് പകരുന്നത് ഈ മഞ്ഞ നിറമൊക്കെ വന്നതിന് ശേഷമാണല്ലോ, അതിന് മുന്നേ ഉള്ള ഘട്ടത്തിൽ തന്നെ ഇത് പകരും? രോഗിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഒരാഴ്ച മുന്നേ ഇത് ഈ രോഗിക്ക് മറ്റുള്ളവർക്ക് പകർത്താനുള്ള ശേഷിയുണ്ട്. അതായത് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ വൈറസ് ശരീരത്തിലുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. 2 ആഴ്ച മുതൽ 4 ആഴ്ച കഴിഞ്ഞ രോഗിക്ക് രോഗലക്ഷണം കാണുന്നുള്ളൂ. നമ്മൾ ഈ മഞ്ഞ കാണുന്നതിന് മുന്നേ തന്നെ രോഗി ഇത് എങ്ങനെയൊക്കെയാണ് ഇത് പകരുന്നത്? അതായത് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും. അത് നമ്മൾ ഭക്ഷണം വായിലേക്ക് ഭക്ഷണം പോകുന്നതിലും മലത്തിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നത്. അപ്പം ആ ഒരു ശുചിത്വം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു രോഗി പിന്നെ മലമൂത്ര വിസർജനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ കൈ നല്ലോണം സോപ്പിട്ട് കഴുകുക. പിന്നെ ആ ടോയ്ലറ്റിൻ്റെ പ്രതലങ്ങൾ ക്ലോറിൻ ബ്ലീച്ച് വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കുക. ആ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ള വ്യക്തികൾ പിന്നെ ഈ വ്യക്തി ശുചിത്വം പാലിക്കണം. അയാളുടെ പിന്നെ ദൈനംദിന സാധനങ്ങളൊക്കെ ടവല്, തോർത്ത്, ചീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾക്ക് പ്രത്യേകിച്ച് വേറെ തന്നെ മാറ്റി വെക്കുക. മറ്റുള്ള വ്യക്തികൾ പിന്നെ ഇയാളുടെ പ്ലേറ്റ് സാധനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ആ വീട്ടിൽ ഉള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ സോപ്പിട്ട് കഴുകുക. ഭക്ഷണത്തിന് ശേഷം ആഹാരം അടച്ചു സൂക്ഷിക്കുക. സമ്പർക്കത്തിലൂടെ തൊട്ട് കഴിഞ്ഞാൽ ഐസൊലേഷൻ എന്നുള്ള രീതിയിലേക്ക് അല്ല, അത് നമ്മളിപ്പോൾ കൊറോണ അങ്ങനെയുള്ള വൈറൽ ഫീവർ പകർച്ചപ്പനി പോലെ പെട്ടെന്ന് അങ്ങനെ പകരൂല. അതായത് പകർച്ചപ്പനിയും കൊറോണ പോലുള്ള വൈറൽ അസുഖങ്ങൾ നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴത്തേനും ആ ഒരു ശ്വാസോച്ഛ്വാസത്തിലൂടെയും നമ്മുടെ ഉമിനീരൊക്കെ തെറിക്കുന്നതിലും ചുമക്കുന്നതിലൊക്കെ പകരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ബ്രേക്ക് ദ ചെയിനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് കൊറോണേൻ്റെ. ആ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പിങ്ങും ഇതിന് ആവശ്യമില്ല, തൊട്ട് കഴിഞ്ഞാലൊന്നും ഒന്നും പകരൂല.
പക്ഷേ ഈ ഒരു ആ വ്യക്തിയുടെ ശുചിത്വം പ്രധാനം. അതെ. ഈ മഞ്ഞപ്പിത്തം മറ്റ് അസുഖങ്ങളുള്ളവര്, വളരെ പ്രായമുള്ളവര്, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മറ്റ് പ്രായമുള്ളവർ, പിന്നെ പ്രമേഹം പോലുള്ള അസുഖമുള്ളവർ, ക്യാൻസർ അസുഖമുള്ളവർക്കൊക്കെ പൊതുവേ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള വൈറസുകളൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പിന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാക്കാനുള്ള പ്രതിരോധശേഷി കുറവായതുകൊണ്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനായിട്ട് ഉണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ സ്വയം ചികിത്സയുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഓക്കാനം ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ, പ്രാരംഭ ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ പലരും സ്വാഭാവികമായിട്ടും ഗുളിക വാങ്ങിച്ച് സ്വയം കഴിച്ച് അതിനുശേഷമായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയുള്ളവരോട് ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? നമ്മൾ സ്വയം ചികിത്സ പാടില്ല എന്ന് തന്നെയാണ് ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സമയം പിന്നെ മഞ്ഞപ്പിത്തം എല്ലായിടത്തും എന്ന് പറയുന്ന പോലെ പടർന്നു പിടിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പനി, ചെറിയ ഓക്കാനും ഛർദിയൊക്കെ കാണുമ്പം പിന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ച് ഡോക്ടറെ സേവനം തേടി വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്ത് ശരിയായ ചികിത്സ തേടുന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഈ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ കേസിൽ നമ്മൾ പൊതുവിൽ കാണുന്നത് പിന്നെ അലോപ്പതി മരുന്നിനേക്കാളും ആൾക്കാർക്ക് ആയുർവേദത്തിൽ ചില ഒറ്റമൂലികളൊക്കെ ഉണ്ട്. അത് ഒരു 2 ആഴ്ച കഴിച്ച് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പിന്നെ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഈ പിന്നെ ചെടീൻ്റെ പിന്നെ വേരിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറുന്നുള്ള പഴമക്കാരുടെ മൊഴിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകാതെ ശരിയായ വിദഗ്ധ ചികിത്സ തേടണം എന്നാണ് ഞാൻ പറയുന്നത്. മഞ്ഞപ്പിത്തം എന്ന അസുഖം വൈറൽ ഹെപ്പറ്റൈറ്റിസ് മുന്നേ പറഞ്ഞ പോലെ പിന്നെ ചികിത്സിച്ചിട്ടില്ലെങ്കിലും ഭേദമാകും. പക്ഷേ അത് നമ്മൾ ഈ കാലത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവിൽ ജനങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ, നമ്മുടെ ഭക്ഷണ രീതിയുടെ ഒക്കെ ഒരു ജീവിതശൈലിയുടെ ഒരു ഇതുകൊണ്ടാണ് എഫക്റ്റ്, പിന്നെ പാർശ്വഫലം തന്നെ വേണേൽ പറയാം. അത് കാരണം പൊതുവിൽ ജനങ്ങൾക്ക് പിന്നെ രോഗപ്രതിരോധ ശേഷി എത്ര പിന്നെ ആരോഗ്യമുള്ള ആളായപ്പോലും പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം ആയുർവേദത്തിലൊക്കെ പോകുന്ന, ആയുർവേദമല്ല, ഇങ്ങനെയുള്ള ഒറ്റമൂലികളിൽ ചികിത്സാ രീതികളിൽ പോകുന്നതിനേക്കാളും വിദഗ്ധ ചികിത്സ തേടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മേഡം സംസാരിച്ചു തോന്നുന്നു. അതെങ്ങനെ വരും, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സ എങ്ങനെയാണ്, പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങളോട് പൊതുവായിട്ട് ഈ മയിൽ CHCയിലെ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പൊതുവായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതശൈലിയിലൊരു കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫുഡിലും പിന്നെ വഴിയോര ഭക്ഷണശാലയിൽ നിന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ പുറത്തുനിന്നും ആഹാരം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വൃത്തിയുള്ള നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹോട്ടലിനോ റെസ്റ്റോറൻറ്റിനോ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആഹാര സാധനങ്ങളൊക്കെ അടച്ച് സൂക്ഷിക്കണം. വെള്ളം എപ്പോഴും പിന്നെ കിണർ വെള്ളമായാൽ പോലും തിളപ്പിച്ചാറ്റിയത് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ എല്ലാ ജനങ്ങളും നല്ലൊരു ആരോഗ്യശീലം വളർത്തിയെടുക്കുക, വ്യായാമം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അവസാനത്തെ ഒരു ഇതുണ്ടല്ലോ, ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഈ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക. ഈ ആരോഗ്യ വകുപ്പിനോടൊപ്പം CHCയോടൊപ്പം അതിൽ പങ്കാളികളാവുക. മയിൽ CHCയിലെ മെഡിക്കൽ ഓഫീസർ ഒരുപാട് കാര്യങ്ങളിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ഗോപകുമാർ, മയിൽ CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഫീൽഡിൽ കൂടുതൽ സമയം പോകുന്ന ആളാണല്ലോ. അപ്പോൾ ഈ മഞ്ഞപ്പിത്തമായാലും മറ്റ് രോഗങ്ങളായാലും ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ശുചിത്വമില്ലായ്മ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത്
ഈ ശുചിത്വമില്ലായ്മ ഏതൊക്കെ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മയിലിപ്പോൾ പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്ത രോഗം ഒരു പരിധിയിൽ കൂടുതലുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ അതിനകത്ത് കൂടുതൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. എങ്കിലും ഈ പരിസര ശുചിത്വം പറഞ്ഞതുപോലെ വ്യക്തി ശുചിത്വം, അതുപോലെ ശൗചാലയ ശുചിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ കക്കൂസി പോയതിന് ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ നല്ലപോലെ സോപ്പിട്ട് കഴുകണം. അതുപോലെ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവർ കഴിയുന്നതും ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേരാതെ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അവർ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നല്ല രീതിയിൽ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതിന് ഈ ബോധവൽക്കരണത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു? നമ്മളിപ്പോൾ നമ്മുടെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾ പോയിട്ട് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മൾ പരമാവധി നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞപ്പിത്തത്തെക്കുറിച്ചും അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക, കഴിയുന്നതും ചൂടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ പറഞ്ഞ വ്യക്തി ശുചിത്വം, ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ശൗചാലയ ശുചിത്വം, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രോഗമുണ്ടെന്ന് സംശയിക്കുന്നവർ കഴിയുന്നതും സാമൂഹിക ഒത്തുകൂടലുകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് വീടുകളിൽ തന്നെ കഴിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ രോഗലക്ഷണം ഉള്ളവരെ എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരെയും നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളെയും വിവരം അറിയിക്കണം. എനിക്ക് അതുപോലെ പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും പൊതുപരിപാടികൾ, അത് സാമൂഹിക ഒത്തുചേരലുകൾ നടത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ ആരോഗ്യവകുപ്പിനെ ആ വിവരം അറിയിക്കണം. അതായത് വീട് മാറ്റം, കല്യാണം, അങ്ങനെയുള്ള എന്ത് പൊതുജനങ്ങൾ കൂടുന്ന എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, ഉത്സവങ്ങളായാലും പള്ളികളിലെ പരിപാടിയായാലും നമ്മളെ ആരോഗ്യവകുപ്പിനെ, ആ പ്രദേശത്തെ ആരോഗ്യവകുപ്പിനെ നിങ്ങൾ നിർബന്ധമായിട്ടും വിവരം അറിയിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ട് വന്നിട്ടുള്ള ക്ലോറിനേഷന്, അതിൻ്റെ ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ചെയ്തു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിട്ട് ബന്ധപ്പെടാം. ഇവിടുന്ന് സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ, നിങ്ങളുടെ സംശയ ദൂരീകരണം എല്ലാം ചെയ്തു തരുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.